പ്രത്യേകിച്ചാണ്. അപ്പോൾ പെട്ടെന്ന് എണീക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിലെ പണികളല്ലാതെ വേറെ പുറത്ത് പോകാനോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്തോ ഒരു സൗണ്ടിനൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക്, ത്രോട്ടിന് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്ന് തോന്നില്ല. ചുമയ്ക്കുന്നുമുണ്ട്, ഒരു കഫക്കെട്ടിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ. എന്തായാലും അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ പല്ല് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, എണീറ്റ് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാവും. ഇനിയിപ്പോൾ ബ്രഷ് ചെയ്യണം, പിന്നെ പോയി കുളിക്കണം. നമുക്ക് കൂടണം. സമയം എത്രയായൊന്നും ഞാൻ പറയുന്നില്ല, നന്നായിട്ട് വൈകിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേഗം വീഡിയോ ഇന്നത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫേസ് കണ്ടോ ഓയിലായിട്ടിരിക്കുന്ന കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ ഈ പൂക്ക് പോവുകയാണെങ്കിൽ അത് ഓയിലി സ്കിന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓയിലി സ്കിന്നാവുമ്പോൾ കുറച്ച് ഗുണങ്ങളുണ്ട്, വേറെ ഒന്നുമല്ല. ഫേസിൽ അങ്ങനെ വ്രിങ്കിൾസും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തൊരു സ്കിൻ ടൈപ്പാണ് ഓയിലി സ്കിൻ ടൈപ്പ് തന്നെയുണ്ടെങ്കിൽ. പുറത്തൊക്കെ പോകുമ്പോഴേക്കും തന്നെ സ്കിന്ന് പെട്ടെന്ന് ഡള്ളായി പോകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. സൗണ്ട് വല്ലാതെ ക്രാക്കാവുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അമ്മയും അച്ഛനൊക്കെ നേരത്തെ ചായ കുടിച്ചു. ഞങ്ങൾ എഴുന്നേൽക്കാൻ വൈകിയതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ നമുക്കിന്ന് ഗോതമ്പ് ദോശയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഉഴുന്നിൻ്റെ ദോശയില്ലേ അതും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളിക്കറി. അങ്ങനെ നിർബന്ധമില്ല ഇന്ന സാധനം വേണമെന്ന്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂക്കളം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പൂവിലാണോ ഇരിക്കുന്നത്? കുഞ്ഞി പൂക്കളാണ് കേട്ടോ നമ്മളിട്ടത്. വലിയ രീതിയിലൊന്നും ഇട്ടില്ല, ചെറിയ രീതിയിൽ മിനിമലായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് പൊളിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഉള്ള വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ചാനലിൽ നമ്മൾ ടിപ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനില്ല. അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ വ്ളോഗ് ചെയ്യാം. അതേപോലെ തന്നെ ടിപ്സും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പിന്നെ ഇന്ന് എനിക്ക് സോപ്പ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അച്ഛൻ ഇവിടെ ഇല്ല, കടയിൽ പോയതാണ് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അമ്മയും ഞാനും മോനും മാത്രമേ ഉള്ളൂ. സൗണ്ടിന് വ്യത്യാസമുണ്ട് കേട്ടോ. ജലദോഷം എന്ന് പറയാനല്ല, ഒരു തൊണ്ടയ്ക്കൊരു ഗരഗരപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ നെറ്റിലെ പൂക്കളം. ഹലോ, ഞാനില്ലേ ഇവിടെ നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഫോണൊന്നും ഇവിടെ വെക്കട്ടെ, താഴെ പോയാൽ പിന്നെ ഇവിടെ സോപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഞാനിവിടെ അരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓണം സ്പെഷ്യൽ സോപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. അപ്പോൾ ഇതിന് കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാണ്.
അപ്പോൾ അതിനി ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തണോ വേണ്ടല്ലോ? അപ്പോൾ ഓൾറെഡി രാത്രി വൈകുന്നേരം ചായ കുടിക്കുന്നത് വരെയുള്ള വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അപ്പോൾ ചെയ്യുന്നത് അത് തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അത് കാരണം അത് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. നല്ല ക്ലിയർ ഉണ്ട് അല്ലേ? ക്ലിയർ ഒന്നുമല്ല, ഞാനിവിടെ ഒരു ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഞാൻ എൻ്റെ സോപ്പ് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സോപ്പ് ബോൾഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് സമയം എടുക്കട്ടെ. നന്നായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് എടുത്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമുക്ക് പുറത്തുകൂടി വെക്കണം. പുറത്ത് വെച്ചിട്ട് ഒന്നാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നോക്കാം. ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക കേട്ടോ. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും മോൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ ഓയിലാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, പുറമേ കൊടുക്കുന്നുണ്ട്, വിറ്റമിൻ സി ഓയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. ഇവൻ പിന്നെ കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങില്ല. പിന്നെ വൈകുന്നേരമാണ് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. പിന്നെ ഇപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പകൽ ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ മഴ ഉണ്ടെങ്കിലും കൂടെ വെയിലിന് ഭയങ്കര ചൂടും കൂടെ ആയത് കാരണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിറ്റമിൻ സി ഓയിൽ ഞാൻ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാറുള്ളത്. രാവിലത്തെ സമയം എന്ന് പറയുന്നത് ഇതേപോലെ എണ്ണ തേക്കാനോ അങ്ങനെ നിൽക്കാനോ സമയമൊന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. ഇതിപ്പോൾ മോൻ്റെ കേസിൽ പറയുകയാണെങ്കിലും എൻ്റെ കേസിൽ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. രാവിലെ എനിക്ക് എണ്ണ തേച്ച് കുളിച്ച് കുറച്ച് നേരം നിന്നിട്ട് ഉള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും രാവിലെ അതിൻ്റേതായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളും കുട്ടികളുണ്ടെങ്കിൽ ഇവനെ സ്കൂളിൽ വിടാനും അങ്ങനെയുള്ള തത്രപ്പാടിലൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ നമുക്ക് എണ്ണ തേച്ച് നിൽക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, പിന്നെ എൻ്റെ സോപ്പിൻ്റെ പരിപാടി ചെയ്യണം, എല്ലാം കൂടെയാണ്. അപ്പോൾ അത് കാരണം രാവിലത്തെ എണ്ണ തേക്കൽ പരിപാടിയൊന്നും നമുക്ക് കഴിയില്ല കേട്ടോ. പിന്നെ ഞാൻ വൈകിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഇനി കുട്ടികൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്ററായിട്ടുണ്ടാവുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവന് പിന്നെ പ്രശ്നമില്ല, ഇവന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല, വൈകുന്നേരം ഇനി പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണമല്ലോ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിന്നതായിരുന്നു. പിന്നെ അവൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മേൽ എങ്ങനെയെങ്കിലും ആ എണ്ണ ആക്കുക എന്നുള്ളതാണ്. പിന്നെ അവന് കളിക്കാൻ ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല, ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ, അതാ ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഞങ്ങൾ തമ്മിൽ തന്നെയാണ് എല്ലാ കളികളും കളിക്കുക. പിന്നെ അപ്പോഴേക്ക് നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ മുണ്ടഴിഞ്ഞു പോയി. ഓടി വന്നപ്പോൾ എൻ്റെ മേലെ എണ്ണയൊക്കെ വന്നതായിരുന്നു, മുണ്ടഴിഞ്ഞു പോയി. മഴ ചാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തുടങ്ങി. അത് മാത്രമല്ല ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഉണ്ടാവുക. ഒന്നാമത്തെ ഒരു കുന്നാണ്, അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടാവും ഇവിടെ. അതേപോലെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ അപാരമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പെയ്യുക. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങോട്ടേക്ക് സാധിച്ചു കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ ഈ വക കലാപരിപാടികളൊക്കെ നടത്താറുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ഒന്നുകൂടി ഇതേപോലെ ചെറുതായിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും. ഇപ്പോൾ
ഇൻസ്റ്റ എടുത്തിട്ടുണ്ടെങ്കിലും നെക്സ്റ്റു ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. അതേപോലെ തന്നെ ഇവൻ്റെ ഈ കുളിയും കളിയും ഒക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതേപോലെ കുട്ടിയായിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. പല പല പ്രശ്നങ്ങളും നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഒന്നും അറിയാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിയും ചിരിയായിട്ട് പോയിക്കൂടായിരുന്നോ എന്നുള്ള തോന്നലൊക്കെ വന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സോപ്പ് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് ഓറഞ്ചിൻ്റെ സോപ്പാണ് കേട്ടോ. പിന്നെ ഇത് തലയിൽ തിരുമുന്ന ഇതില്ലേ രാസ്നാദി, അതാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വൈദ്യരുടെ പീടികയിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. നല്ലതാണ്. അതും കൂടി ഇട്ടിട്ട് ഒന്നാമത് മഴവെള്ളത്തിലാണല്ലോ ഇന്നത്തെ കളിയും കുടിയൊക്കെ. അപ്പോൾ അത് കാരണം അതും കൂടി തലയിൽ അമ്മ നന്നായിട്ടിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറും കറിയും വെക്കുന്നതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു രാവിലെ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്നതാണ് എടുത്തത്. ഇതൊക്കെ അമ്മയാണ് കേട്ടോ വെച്ചത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. പച്ചക്കറി പിന്നെ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടില്ല. അവിടെ ഒരു മീൻകാരൻ വരാനുണ്ട് കേട്ടോ. അയാൾ ഇതേപോലെ സൈഡായിട്ട് കൂടെ അച്ചാറും കൂടെ കൊണ്ടുവരും കേട്ടോ, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് വാങ്ങിയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള, അതായത് ചേനയും കാരക്കയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അച്ചാറുണ്ടായിരുന്നു. അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. കാരണം ഞാനും മോനും വൈകിട്ടാണ് കഴിക്കാൻ തുടങ്ങി. അമ്മയും അച്ഛനും ഓൾറെഡി നേരത്തെ കഴിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിൽ, അതായത് ഇപ്പോൾ വീഡിയോ എടുക്കലോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേറെ വേറെ ആയിട്ട് ഇരുന്ന് കഴിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും അധികവും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളത്. ഞാൻ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ആൾ വന്നത്. അപ്പോൾ അവനും കൂടി ചോറെടുത്തിട്ട് അവനെയും കൂടി തീറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തീറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിന്ന് കഴിയും. അല്ലെങ്കിൽ ആൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോലം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് ഒരു വയ്യായി, വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വേറെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, തലവേദന തൊണ്ടവേദനയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള മൈൻഡായിപ്പോയി. മോനും ഉറങ്ങി. അപ്പോൾ ഞാനും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.